അപ്പോൾ വെൽക്കം ബാക്ക് മൈ ഡെലിവറി വ്ലോഗ് പാർട്ട് 3. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പെയിനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലെത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ റിലീഫ് കിട്ടും കേട്ടോ. കുഞ്ഞിനെയൊക്കെ കണ്ട് കിടക്കാനും അതുപോലെ കുറച്ച് നാളെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് സെക്കൻഡ് ഡേ തന്നെ എനിക്ക് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബേബിക്ക് മഞ്ഞപ്പുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലൂ ലൈറ്റ് ബോക്സിൽ കിടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിടക്കേണ്ടി വന്നു. ഹലോ 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 എന്നോട് ചോദിച്ചാ എന്നെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. കുഞ്ഞിന് മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മാന്തല മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി ഡിസ്ചാർജ് എപ്പോഴും ചെയ്യുമെന്ന് അറിയത്തില്ല, നോക്കണം. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മുടെ അത് മഞ്ഞപ്പ് മാറാനായിട്ട് അതിലിട്ടേക്കുമായിരുന്നു ആ ഒരു ബ്ലൂ കളറിലെ ലൈറ്റ് ബോക്സ്. കുറച്ച് മടിയെ കിടക്കത്തൊന്നും ഇല്ലായിരുന്നു. ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതെ, ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്? ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ പേര് പറയൂ. നിന്റെ പേരെന്തുവാ? ടാനു. പിന്നെ എൻ്റെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയ ഒരു വയ്യാത്ത, ഇപ്പം നമ്മളിപ്പം ഹോസ്പിറ്റലിൽ ഒരു ഡെലിവറിക്ക് പോയൊരു ഫീലൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു റിസോർട്ടിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. പിന്നെ ആ സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കിപ്പം റിലീഫ് ആക്കാനായിട്ടുള്ള കുറേ ഇപ്പം ഇവരുടെ സ്റ്റാഫിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ബിഹേവിയറൊക്കെ ആണെങ്കിലും അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്കിപ്പോൾ എത്ര പെയിൻ വന്നാലും ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ ഓരോരുത്തരുടെ ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ പറയുന്ന കുറേ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അനുഭവം ഇപ്പോൾ സെക്കൻഡ് ഡെലിവറി ഞാനിവിടെ ഫസ്റ്റും ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റിലത്തത് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് അർജൻസിയിൽ ഇവിടെ വന്നതാണ്. അപ്പം അതുകൊണ്ട് എന്നിട്ടും എന്നെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡെലിവറി ആണെങ്കിലും ഇപ്പം എനിക്ക് സത്യത്തിൽ കുറച്ചും കൂടി ഇവർക്ക് ഓരോ ഇത് വന്നിട്ടുണ്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞ മദറിന് വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് പോലെ അതൊക്കെ ഇവിടെ കോംപ്ലിമെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടൊരു ഫോട്ടോഷൂട്ട് അതൊന്നും എക്സ്ട്രാ എമൗണ്ടൊന്നും ആഡ് ആവത്തില്ല. പിന്നെ നമുക്കിപ്പം ഇവരുടെ ഓരോരോ മെറ്റേണിറ്റി ചിലത് ഫോട്ടോഷൂട്ടിൻ്റെ അങ്ങനെ ഓരോന്നോരോന്നും വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു പെയിൻ അങ്ങനെ ഒരു ഇത് ഓർമ്മിപ്പിക്കാതെ കുറച്ച് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം അതാണ് നമുക്ക് കിൻഡർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു നമുക്കിവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. പിന്നെ നമുക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും, അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. എപ്പിഡ്യൂറൽ എടുക്കാം, അതുപോലെ ഓരോരോ അതിന് വേണ്ടിയിട്ടുള്ളതും ഉണ്ട്. എപ്പിഡ്യൂറൽ എടുക്കുമ്പോഴത്തേക്കും പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നല്ലതാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എപ്പിഡ്യൂറൽ എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ സമയത്ത് എനിക്ക് അത്രയും ടൈം വേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നീന ഡോക്ടറായിരുന്നു എനിക്ക്. നീന ഡോക്ടറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര കൂളാണ്. ആളിപ്പോൾ എന്താണെങ്കിലും നമുക്കിപ്പം ഓക്കെ ആണെങ്കിൽ മാത്രം ചോദിച്ച് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം കെയറിങ് ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുടെ പറയാനാണെങ്കിൽ തന്നെ ഓപ്പണായിട്ട് പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ. പിന്നെ ഡെലിവറി എക്സ്പീരിയൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ആ ഒരു ടൈമിൽ വേദന എടുക്കുന്ന ടൈമിൽ പോലും ഭയങ്കരമായിട്ടും അവിടുത്തെ സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഇപ്പോൾ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഡോക്ടറും എല്ലാവരും അതുപോലെ നിന്നതുകൊണ്ട് നമുക്ക് ആ സമയത്തെ പെയിൻ ഉണ്ടാവും. പക്ഷെ അവരുടെ ആ ഒരു ബിഹേവിയേഴ്സൊക്കെ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കും. അപ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും കിൻഡർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇനി അവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അടുത്ത കുഞ്ഞാവ ഇപ്പോഴൊന്നും പറ്റത്തില്ല. ഞാൻ എന്താ മറ്റേ കുഞ്ഞാവെ വരാൻ വേണ്ടിയിട്ട് അടുത്ത് എപ്പോഴാണ് പറഞ്ഞു? അടുത്ത കുഞ്ഞാവ തന്നെ ഏതാ തന്നെ വേണ്ടേ? എന്താ മൊത്തം പെണ്ണോ? ഞാൻ വീഡിയോ ലേഡീസ് ഹോസ്റ്റലാകാൻ പോകണോ? എൻ്റെ വീട്ടിൽ ഞാൻ ലേഡീസ് ഹോസ്റ്റലാക്കണോ?
ഞങ്ങളിപ്പം വീട്ടിലിപ്പം 3 പെൺപിള്ളേരും അല്ലേ? 3 പെൺ. കൊറേ ഉൾപ്പെടെ 4 പിള്ളേർ. അതെ അതെ. ഞങ്ങളുടെ പട്ടി, ഞങ്ങളുടെ ഡോഗ്, കൊറേ ഉൾപ്പെടെ 4 പെൺപിള്ളേർ. അപ്പോൾ എനിക്ക് കുറേ DMs വന്നിട്ടുണ്ടായിരുന്നു, ഏത് ഹോസ്പിറ്റലാണ്, അതുപോലെ ഹസ്ബൻഡിൻ്റെ ഡെലിവറി റൂമിൽ കയറ്റുമെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ കിൻഡർ ഹോസ്പിറ്റലായിരുന്നു. നമ്മൾ നേരത്തെ ഡോക്ടറുടെ അടുത്ത് പറയണം, ഒരു 7 month ഒക്കെ ആകുമ്പോഴേ നമ്മൾ ഇൻഫോം ചെയ്യണം നമുക്ക് ഹസ്ബൻഡിനെയും കൂടെ ഡെലിവറി റൂമിൽ കയറ്റണമെന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ലേബർ റൂമിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെയൊക്കെ അവർ കയറ്റാൻ സമ്മതിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഡെലിവറി റൂമിലോട്ട് നമ്മളെ മാറ്റുന്ന സമയത്ത് അതിന് നമ്മൾ നേരത്തെ പെർമിഷൻ എടുക്കണം. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡോക്ടർ നീനാമ്മയുടെ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ കയറ്റുന്ന കാര്യമൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓപ്പറേഷൻ അല്ല, നോർമൽ ആണെങ്കിൽ നമുക്ക് ഹസ്ബൻഡിനെ ഡെലിവറി റൂമിലോട്ട് കയറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി ടൈമിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ വന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിഡ്യൂറൽ എടുക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് പെട്ടെന്നാവും, അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിൻ്റെ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇരുന്നു. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.